പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകമെമ്പാടും ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സീനിയർ പാസ്റ്റർ വർഗീസ് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആഴമായ വചന സത്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതും ദൈവദാസൻ ഞങ്ങളുടെ സഭയിൽ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ഈ പട്ടണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യത്ഭുതമായ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്നും ദൈവത്തിൻ്റെ തിരുപാദത്തിൽ നമുക്ക് വരുവാൻ കർത്താവ് അനുവദിച്ചതിനാൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കേട്ടതുപോലെ വിശ്വാസികൾ കർത്തൃ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുക എന്ന ലക്ഷ്യമാണ് ദൈവാത്മാവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം വന്നപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. അതിനാണ് ചില ആലോചനകൾ ഞാൻ പറഞ്ഞു തന്നത്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ആ വളർച്ചാ ഘട്ടങ്ങൾ നാം പരിശുദ്ധാത്മാവ് നമ്മിൽ നിഴലിടുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആത്മീക ശൈശവ ദിശയിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നാം അടുത്തൊരു ദിശയിലേക്ക് മാറ്റപ്പെടുന്നു. എല്ലാ ദിവസവും ഒരു ആത്മീകരായി ജീവിക്കുവാൻ ആത്മാവിൻ്റെ നിറവ് നമുക്കെപ്പോഴും ആവശ്യം. ഹല്ലേലൂയ. അടുത്ത ലെവൽ, സ്തോത്രം. ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് വന്നു. അത് മുതൽ കർത്താവ് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആ 4ാമത്തെ ലെവലിലേക്ക് നിങ്ങളെല്ലാവരും വന്നെത്തുക എന്നതാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വചനത്തിൽ എൻ്റെ ലക്ഷ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അതിനുവേണ്ടി താല്പര്യപ്പെട്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ തുടർന്ന് ദൈവം ഈ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ശുശ്രൂഷയിൽ കർത്താവ് നമ്മെ ശരിയായി ഉപയോഗിക്കുവാൻ നാം യോഗ്യരാകണമെന്നതും മറ്റൊരു ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. നമ്മുടെ കരത്താൽ അത്യത്ഭുതമായ ശുശ്രൂഷകൾ നടക്കണമെന്നതും എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ നടക്കുന്നില്ല. പലരും ചോദിക്കും, കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാത്തത്? അല്ലേ? സ്തോത്രം. എന്തുകൊണ്ട് ഉപയോഗിക്കാത്തത്? ഞാൻ ഉപയോഗപ്പെടണം എന്നൊക്കെ പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലതും നടക്കുന്നില്ല. ആമേൻ. എന്നാൽ ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. ഉപയോഗപ്പെടുവാൻ നമുക്കെല്ലാവർക്കും താല്പര്യവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുവേണ്ടി നാം പണിയപ്പെടുവാൻ നമ്മെ ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഏതൊരു സാധനവും ഉപയോഗിക്കണമെങ്കിൽ അതിനായി പണിയപ്പെടണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനായി ഒരുക്കപ്പെടണം. സ്തോത്രം. അതുപോലെ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അതിനായി പണിയപ്പെടണം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, കർത്താവേ, തിരുഹിത പ്രകാരം എന്നെ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകി ആമേൻ തിരുഹിതം ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ കർത്താവിങ്കിലേക്ക് നീട്ടിക്കൊണ്ട തിരുശബ്ദം എനിക്ക് വേണം കർത്താവേ. തിരുഹിതം ഞാൻ അറിയണം കർത്താവേ.
അങ്ങയുടെ മഹത്വം എനിക്ക് വേണം കർത്താവേ. അവൻ ഞാൻ നിനക്ക് വേണ്ടി ഉപയോഗപ്പെടണം കർത്താവേ. അതിനായി അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചോദിക്കാം, ദൈവത്തോട് ചോദിക്കാം. നമ്മെ ശരിയായ നിലയിൽ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, ശരിയായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പണിത് എന്നെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പറയാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ പണിത് പ്രയോജനപ്പെടുത്തണമേ എന്ന് പറയാം. എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ജീസസ്. ശബ്ദമുയർത്തി പറയാം ഒരു നിമിഷം, കർത്താവ് എന്നെ പണിയണമേ, എന്നെ പണിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം, എന്നെ പണിയണമേ. ഞാൻ പ്രയോജനപ്പെടണം, അങ്ങയ്ക്ക് ഉപയോഗമുള്ളവനാകണം, ശക്തിയായി പ്രയോജനപ്പെടണം. അതിനായി എന്നെ പണിയണമേ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ മഹാപരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുപാദത്തിൽ വരുന്നു. അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തി, അവിടുത്തെ കൃപ ഞങ്ങളിൽ വെളിപ്പെടുത്തി ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ചിലത് ചെയ്യണമേ. ആർത്തിയോടെ വന്നിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വർഷിപ്പിക്കണമേ. ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ. ദൈവകൃപ പകരണമേ. ബലഹീനദാസൻ തിരുമുൻപിൽ, നിന്റെ ജനം തിരുപാദത്തിൽ അടിയൻ ഉപയോഗിക്കണമേ. അത്തരത്തെ അങ്ങോട്ടതാക്കി എടുക്കണമേ. അവിടുന്ന് കർത്താവെ ജനത്തോടുള്ള അരുളപ്പാട് പ്രസ്താവിക്കണമേ. ആമേൻ കർത്താവെ, ജനം അത് ഏറ്റെടുത്ത് വചനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വളരെ കുറഞ്ഞ സമയമാണ് രാത്രി നമുക്കുള്ളത്. ആ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ആലോചന നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് പകൽ മനസ്സിലായല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ നടുവിൽ അയച്ചതിൻ്റെ ലക്ഷ്യം നിങ്ങൾ ഓരോരുത്തരും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന നാം ശുശ്രൂഷയുടെ പടിയിലേക്ക് ഉയർത്തപ്പെടണം. എല്ലാവരും പറഞ്ഞാട്ടെ, ശുശ്രൂഷയുടെ പടിയിലേക്ക് ഉയർത്തപ്പെടണം. ആമേൻ. ആയിരക്കണക്കിനുള്ള ശുശ്രൂഷകരുടെ ഒരു സേന തന്നെ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. ആമേൻ. ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവം ഈ അന്ത്യകാലത്തിൽ ഉപയോഗിക്കും. ഒരു കാര്യം ആദ്യമായി ഞാൻ പറയട്ടെ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15:19 പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തു യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തു യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും. കൊരിന്ത് സഭയിൽ ആയിരിക്കുന്ന വിശ്വാസികളെ രക്ഷിക്കപ്പെടാത്ത ലോകത്തിലെ സകല മനുഷ്യരെക്കാളും ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അരിഷ്ടരാ. ആമേൻ. അപ്പോൾ ഈ ആയുസ്സിനപ്പുറമുള്ളൊരു പ്രത്യാശയാണ് ദൈവജനത്തിൻ്റെ പ്രത്യാശ. കാരണം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹമായിരിക്കുക. ഈ ആയുസ്സിനപ്പുറത്തുള്ളൊരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ ശവക്കുഴിയിൽ അവസാനിക്കുന്ന പ്രത്യാശയല്ല. ആമേൻ. മരണത്തോടെ തീരുന്ന പ്രത്യാശയല്ല. പ്രൈസ് ദി ലോർഡ്. ഈ മരണം എന്നത് നമുക്കൊരു വിഷയമല്ല, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഈ ശരീരം വിട്ട് കർത്താവിനോട് ചേരുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. കാരണം താൻ ഇഷ്ടപ്പെടാൻ ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. താൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം പ്രാപിപ്പാനാണ്
പോകുന്നത്. ആമേൻ. ഇന്ന് വരെ വർക്ക് ചെയ്തതിൻ്റെ കൂലി പ്രാപിപ്പാൻ, പ്രതിഫലം പ്രാപിപ്പാൻ, കിരീടം പ്രാപിപ്പാൻ, ആ സ്ഥാനമാനം പ്രാപിപ്പാൻ താൻ പോകുന്നു എന്ന വ്യക്തമായ അറിവ് തനക്കുണ്ടായിരുന്നത് കൊണ്ടാണ് താൻ പറഞ്ഞത്, ഈ ശരീരം വിട്ടത് പ്രാപിപ്പാൻ അങ്ങോട്ട് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന്. നമ്മുടെ മേൽ മരണം വരുന്നു എന്നതിനേക്കാൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ ആയുസ്സിനപ്പുറമുള്ള അപ്രത്യാശയാണ് ദൈവജനത്തിൻ്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, നമുക്ക് ലഭിക്കുന്ന 70 80, പ്രൈസ് ദി ലോർഡ്, അല്ല, കർത്താവ് തരുന്ന ആയുഷ്കാലം, രാപ്പകൽ അധ്വാനിച്ച് നിങ്ങൾ കോടികൾ നേടിയാലും, ആമേൻ, ചില നാളുകൾ കഴിയുമ്പോൾ ഇവയൊന്നും നിങ്ങളെ താങ്ങാതെ ഇവയൊക്കെ വിട്ട് നിങ്ങൾ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഞാനും പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നല്ലോ. ലോകത്തിലെ കോടീശ്വരന്മാർ, രാജാക്കന്മാർ, ഭരണകർത്താക്കൾ, അവനെല്ലാം അവൻ രാപ്പകൽ അധ്വാനിച്ചവർ നേടിയാലും അവർക്കൊന്നും അത് എന്നേക്കും ഉപയോഗമുണ്ടാകുന്നില്ല. അല്പനാൾ വേദനയോടെ അതിൽ കഴിച്ചു കൂട്ടിയിട്ട് എല്ലാം വിട്ടയച്ചവർ പോകുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്നെപ്പോലുള്ളൊരു ദൈവദാസൻ, അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, ഞങ്ങളുടെ പ്രത്യാശ അതിനും അപ്പുറമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടിയെന്ന് നേടാതെ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടിയെന്ന് ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും വൃഥാവായി പോകുകയില്ലെന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആത്മാക്കളെ സമ്പാദിക്കുന്നവർ, പറയട്ടെ, ഒരു ആത്മാവിൻ്റെ വില എത്രയാണ്? സർവ ലോകത്തെക്കാൾ അധികം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മുത്തുമല വിലയായി കൊടുത്താൽ അത് മതിയായിരുന്നു എങ്കിൽ എൻ്റെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ കൊടുക്കത്തില്ലായിരുന്നു വിലയായി. ആമേൻ. സ്തോത്രം. ഒരു മനുഷ്യന് 1 കോടി രൂപയുടെ സ്വത്തുണ്ടെങ്കിൽ, ഒരു മകനുണ്ടെങ്കിൽ, 1 കോടി രൂപയുടെ സ്വത്തും ചിലവാക്കേണ്ടി വന്നാലും അവൻ മകനെ വിട്ടുകൊടുക്കയില്ല. ആ 1 കോടി സ്വത്തും കൊടുത്താലും ആ മകനെ അവൻ സംരക്ഷിക്കും. അല്ലേ? ലോകത്തിലെ എല്ലാ പിതാക്കളെക്കാളും നല്ലവനാണ് സ്വർഗീയ പിതാവ്. ആമേൻ. എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ലോകത്തിലെ സ്വത്ത് മുഴുവനും പോരാതെ വന്നതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ തന്ന് നമ്മെ രക്ഷിച്ചു. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ വേദപുസ്തകം പറയും, ഇത്ര വലിയ രക്ഷ. വലിപ്പത്തിൻ്റെ അളവ് എത്രയാണ്? വലിപ്പത്തിൻ്റെ അളവ് എത്ര പറയാമോ? ഒരളവില്ല. അളവറ്റ വലിപ്പം, വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷയ്ക്ക് പിതാവായ ദൈവം കൊടുത്ത വില. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. അപ്പൊ ആ രക്തത്തിന്റെ വില ഏതാണ്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരു ബോട്ടിൽ രക്തത്തിന് എത്ര വിലയെന്ന് നമുക്കറിയാം. അതുപോലുള്ള രക്തമല്ല, വിലയേറിയ രക്തം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ രക്തം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധ രക്തം. അത് വില മതിപ്പ്, ആമേൻ, ഇല്ലാത്ത വലിയ വിലയുള്ള രക്തമാണ്. അപ്പൊ ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ വില കൊടുത്താണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്ര
ഇത്ര വലിയ വില കൊടുത്ത് പിതാവായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, 100 രൂപയ്ക്കൊരു കളിപ്പാട്ടം വാങ്ങിയാൽ നാം ചിന്തിക്കും, ഒരു 2 ദിവസം പിള്ളേർ ഉപയോഗിക്കും, അങ്ങത് പൊട്ടി പോകും, അത്രയേ ഉള്ളൂ. അതേസമയം മുഴു കുടുംബത്തെയും വിറ്റ് ഒരു സാധനം നിങ്ങൾ വാങ്ങുമെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൻ്റെ വലിപ്പം എന്തെന്ന് ചിന്തിച്ചിട്ടേ വാങ്ങത്തുള്ളൂ. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ല, വലിയ വില കൊടുത്തൊന്ന് വാങ്ങിയാൽ അത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് എന്ത് പ്രയോജനം, ഇതൊക്കെ ചിന്തിച്ചല്ലാതെ നമ്മൾ വാങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതോ കുറെ ചവറുകൾ കൊടുത്തല്ല നമ്മെ അവൻ വാങ്ങിച്ചത്. ഇത്ര വലിയ വില കൊടുത്ത് വാങ്ങിച്ചുവെങ്കിൽ എൻ്റെ പിതാവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് അത്ര വലിയ ഉപയോഗത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നേരിട്ട് പറയും, ഇത്ര വലിയ വില കൊടുത്ത്. എല്ലാവരും പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ വില കൊടുത്ത് എന്നെ വാങ്ങിയെങ്കിൽ അത്രയും വിലപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നെ വാങ്ങിയിരിക്കുന്നത്. ഈ സത്യം നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. പലരും തങ്ങൾ പ്രാപിച്ച രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് അതിൻ്റെ വില മനസ്സിലാക്കാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാതെ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് ഞാൻ ശക്തമായി പറയട്ടെ, ഈ വലിയ വില കൊടുത്ത് കർത്താവ് നമ്മെ വാങ്ങിയത് എൻ്റെ കർത്താവിനെ നാം പ്രയോജനപ്പെടുവാനാണ്, ഉപയോഗപ്പെടുവാനാണ്, ഉപയോഗപ്പെടുവാനാണ്. എല്ലാവരും പറഞ്ഞിട്ട്, ഉപയോഗപ്പെടുവാനാണ്. യൂസ്ലെസ്സായി ഒതുങ്ങിയിരിക്കുവാനല്ല, ഉപയോഗപ്പെടുവാനാണ്, 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 ഉപയോഗപ്പെടുവാനാണ്. രക്തം കൊടുത്ത് വാങ്ങിയത് ഒതുങ്ങിയിരിക്കുവാനല്ല, ഉപയോഗപ്പെടുവാനാണ്, ഉപയോഗപ്പെടുവാനാണ്. അതുകൊണ്ട് സകല വിശ്വാസികളും എന്തിനു വേണ്ടി കർത്താവിനെ വിലയ്ക്ക് വാങ്ങി, ആ ഉപയോഗം ആമേൻ എന്നിലൂടെ ദൈവത്തിനുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഞാനൊരു സഭാ പാസ്റ്ററായതുകൊണ്ട് പറയാം, ഇന്നെല്ലാ വിശ്വാസികൾക്കും ഇഷ്ടം തലയിൽ കൈവച്ച് വലിയ അനുഗ്രഹത്തിൻ്റെ പ്രവചനം പറയുന്നത് കേൾക്കുന്നതാണ് ഇഷ്ടം. എങ്കിൽ ഇവർ തറയിലൊന്നും ഇരിക്കത്തില്ല, മേളിൽ ചാടിയച്ച് വന്നിരിക്കും. തല മേളിലിടിച്ചാലേ പിന്നെ താഴെ ഒരു അത്ര ആവേശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതാണ് ഭയങ്കര ഇഷ്ടം. അത് ഇവിടുത്തെ മലയാളികൾക്ക് ലോകവ്യാപകമായിട്ടുള്ള എല്ലാവർക്കും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നിനക്ക് തരുന്ന ദൂതുകളും നിനക്ക് തരുന്ന സകല സംവിധാനങ്ങളും എന്തിനു വേണ്ടിയെന്നുകൂടെ നീ അറിയണം. സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി ദൈവശബ്ദം വരും. ഹല്ലേലൂയ. അവൻ്റെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും ഒക്കെ ഈ വചനങ്ങൾ നമുക്ക് പ്രയോജനമാണ്. പക്ഷെ അതിനുപരി നീ നിത്യാനിത്യ യുഗം സന്തോഷ നിറവിൽ വാഴണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയെന്ന് അറിഞ്ഞ് ആ ദൈവത്തിന് ഉപയോഗമുള്ളവനായി തീർന്നാൽ സ്വർഗത്തിൽ നീ വലിയവനായിരിക്കും, നിത്യതയിൽ നീ വലിയവനായിരിക്കും. ബൈബിളിൽ എന്തോ പറയുന്നത്? നീതിമാൻ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ, പറഞ്ഞാട്ടെ വാ തുറന്ന്, ആകാശമണ്ഡലത്തിലെ പ്രഭയുടെ ഇടയിൽ മിന്നിത്തിളങ്ങുന്ന ചില നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും എന്ന് പറഞ്ഞാൽ, നക്ഷത്രമില്ലാത്ത ആകാശമണ്ഡലത്തിലെ പ്രഭയെ ആരും അത് കണ്ട് സന്തോഷിക്കാറില്ല. പക്ഷേ അതിനിടയിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമുണ്ടെങ്കിൽ അവൻ അത് എടുത്തു പറയത്തക്കതായി അതിനെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. കോടികൾ ജനങ്ങൾ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോഴും നീ ശ്രദ്ധേയനായി മാറുവാൻ, അവിടെ അനുഗ്രഹീതനായി മാറുവാൻ, ആമേൻ, സ്തോത്രം, സാധിക്കണമെങ്കിൽ നീ ആത്മാക്കളെ നീതിയിലേക്ക് നയിക്കുന്നവനായിരിക്കണം.
സ്തോത്രം. എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തൊരു ഭാഗം കൂടെ പറയാം. നാം ഒരു കുഞ്ഞ് ജനിച്ചാൽ ശൈശവത്തിൽ എപ്പോഴും ആയിരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. അത് ബാല്യദിശയിലേക്ക് വളരണം, യൗവന ദിശയിലേക്ക് വളരണം. ഹല്ലേലൂയ. അടുത്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഇന്നത്തെ പ്രാർത്ഥന വിഷയത്തിൽ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് സ്തോത്രം ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ മക്കളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം മാതാപിതാക്കൾക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുവദിച്ചാൽ നാളെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. സ്തോത്രം. അപ്പോൾ നാം വളർച്ച ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്തോത്രം നാം കുഞ്ഞുങ്ങളെ വളർത്താൻ, ആമേൻ, ഒരിക്കൽ നമ്മുടെ പിതാക്കൾ നമ്മെ, മാതാവും പിതാവും ഒക്കെ നമുക്ക് രക്ഷകർത്താക്കളായി നിന്നു. അടുത്ത നാം തന്നെ രക്ഷകർത്താക്കളായി മാറുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഒരു വിഭാഗം വിശ്വാസികൾ അങ്ങനെയല്ല. എന്നും പിള്ളേരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം, പാസ്റ്റർ തന്നെ വന്ന് എല്ലാ കാര്യവും ചെയ്യണം, എനിക്കൊരു കാര്യവുമില്ല, ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാം, ദശാംശവും ഒക്കെ കൊടുക്കാം, പക്ഷെ അവർ തന്നെ എനിക്ക് എല്ലാറ്റിനും എല്ലാമായിരിക്കണം, ഞാനൊരു രക്ഷകർത്താവിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ തയ്യാറല്ല എന്ന രൂപത്തെ, എന്ന് പറഞ്ഞാൽ വളർച്ചയില്ലാത്ത, ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ പോലെയാണ് ഇന്ന് അനേക വിശ്വാസികളായിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് ഓർപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെയുള്ളൊരു വിശ്വാസിയായിരിക്കരുത്, നിങ്ങൾ വളരുന്ന വിശ്വാസിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. 10 വയസ്സായിട്ടും ഞാൻ അവൻ എങ്ങനെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യത്തില്ല, ഞാൻ തന്നെ അവന് ചെയ്തു കൊടുക്കണം. അടുത്ത് 30 വയസ്സായാലും അത് തന്നെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതൊരു മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതുപോലെ ആത്മീക രംഗത്തും വളർന്ന് ഹല്ലേലൂയ അനേകരുടെ രക്ഷയ്ക്കും അനേകരെ ആത്മീകത്തിൽ സംരക്ഷിക്കുന്നതിനും നാം രക്ഷകർത്താക്കളായി വളരണം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അനേകരെ രക്ഷയിങ്കലേക്ക് നയിക്കുന്ന പിതാക്കളായി നാം വളരണം, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നവരായി വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നും പ്രവാചകൻ വന്ന് എന്നോട് അരുളപ്പാട് പറയണം, എന്നും പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം, ഓരോ ആവശ്യങ്ങൾക്കും ആമേൻ ആരെങ്കിലും സഹായിക്കണമെന്നല്ല, നാം മറ്റുള്ളവർക്കൊരനുഗ്രഹമായി തീരണം, നാം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് മുഖാന്തിരമായി തീരണം, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ഉപയോഗമുള്ളവരായി തീരണം. ഒരു സഭ കെട്ടുറപ്പോടെ വളർന്നു വരണമെങ്കിൽ ആമേൻ ആ ശൈശവ ദിശയിൽ നിന്നും വളരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിശ്വാസികളായി സകല വിശ്വാസികളും വളർന്നു വരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളർന്നു വന്ന് നാം സ്തോത്രം മുന്നേറിയാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ ഞാൻ പറഞ്ഞു, ശക്തിയോടവൻ മടങ്ങി ശുശ്രൂഷ ചെയ്തപ്പോൾ തൻ്റെ ശ്രുതി ദേശത്തെല്ലാം ഉണ്ടായി പെരുകി വന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ ഓരോ വിശ്വാസികളും സാധാരണ ഒതുങ്ങി അവരവരുടെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന വിശ്വാസികളായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. വലിയ വില കൊടുത്ത് കർത്താവിനെ വാങ്ങി, വലിയ വിലയാണ് കൊടുത്തത്. എന്തിനാണ് യേശുവിനെ വാങ്ങിയത്? ഞാൻ എൻ്റെ കർത്താവിന് ഉപയോഗമുള്ളവനായി മാറണം എന്ന താല്പര്യം വാഞ്ചാകത്തുണ്ടെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മെ ഉപയോഗിക്കും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതിനു വേണ്ടി നാം പണിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം ഒരു മല്ലനായ ഗോലിയാത്ത് ഉണ്ടായിരുന്നു, അല്ലേ? ഗോലിയാത്തിൻ്റെ ചരിത്രം, സംഭവ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ഒരു മല്ലനായ ഗോലിയാത്ത് വന്ന് ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളിൽ ഒരുവൻ എന്നോട് പൊരുതുവാൻ വരിക. നിങ്ങൾ എന്നെ പൊരുതി എന്നെ തോൽപ്പിച്ചാൽ
എൻ്റെ ജനമെല്ലാം നിങ്ങൾക്കടിമയായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു രാജ്യത്തിലുള്ള ജനത്തെ സ്വന്തമാക്കാൻ ഒറ്റ ഒരുത്തനെ തോൽപ്പിച്ചാൽ മതി. ഹലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ? എപ്പോഴും നാം കേൾക്കുന്ന കാര്യം തന്നെയാണ്. ഒറ്റ ഒരുത്തനെ, എല്ലാവരും വാ തുറന്ന് പറ, ഒറ്റ ഒരുത്തനെ തോൽപ്പിച്ചാൽ മതി. പക്ഷേ യവനെ തോൽപ്പിക്കേണ്ട ധൈര്യമുള്ള ഒരുത്തനുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പല നാളുകൾ വന്ന് വെല്ലുവിളിച്ചിട്ടും അവനെ തോൽപ്പിക്കാൻ ധൈര്യമുള്ള ഒരുത്തനും ഇല്ല. സ്തോത്രം. ഒരിക്കൽ അഭിഷേകം പ്രാപിക്കുകയും പിന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത രാജാവുണ്ട് ശൗൽ. അവനിപ്പോൾ ചങ്കുറ്റമില്ല, അവൻ ഓടി മറഞ്ഞിരിക്കുകയാണ്. മല്ലന്മാരായ പലരവിടെയുണ്ട്. ദാവീദിന്റെ സഹോദരന്മാർ യുദ്ധാഭ്യാസമുള്ളവരുണ്ട്. ആർക്കും അവനെ നേരിടേണ്ട ധൈര്യമുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു ബാലനെങ്കിലും, വളർച്ച കുറവെങ്കിലും, പ്രായം കുറവെങ്കിലും, ആമേൻ സ്തോത്രം, യുദ്ധാഭ്യാസം ഇല്ലെങ്കിലും അവനകത്തൊരു അഭിഷേകമുണ്ടായിരുന്നു. അവൻ്റെ അകത്തുള്ള അഭിഷേകം ദൈവത്തെ നിന്ദിക്കുന്ന അഗ്രചർമ്മിയെ ആമേൻ താളടിയാക്കുവാനുള്ളൊരു അഭിഷേകം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഭിഷേകം അവൻ്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ അവൻ പറഞ്ഞു, ഞാൻ ഇവനെ പൊരുതി കീഴടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന് അത് പിടിച്ചില്ല, സഹോദരന്മാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആമേൻ. പക്ഷെ നിവർത്തിയില്ലാത്തത് കൊണ്ടും ഇവന്റെ പിടിവാശി കൊണ്ടും അനുവദിച്ചു. നീ പോയി ചാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ദോഷമൊന്നും, പക്ഷെ ദോഷമില്ലെന്നല്ല, ഇവനോടുകൂടെ തീരത്തില്ല. അവൻ്റെ വെല്ലുവിളി ഇങ്ങനെയാണ്, ഇവൻ തോറ്റാൽ ഇസ്രായേൽ ജനം മുഴുവനും എൻ്റെ അടിമയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയ വെല്ലുവിളിയാണ്. ആമേൻ. അപ്പോൾ ഇവൻ തോൽക്കുവാനല്ല പോയത്, ഇവൻ്റെ അകത്തിരുന്ന അഭിഷേകം ആ ശത്രുവിനെ ജയിക്കുവാനുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ഒരു ശത്രുവിൻ്റെയും മുൻപിൽ തോറ്റുപോകുവാനല്ല, ശത്രുവിനെ ജയിച്ച് ജയിച്ച് കീഴടക്കി അവൻ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ജനത്തെ എൻ്റെ കർത്താവിന് വേണ്ടി വിടുവിച്ച് കൊണ്ടുവരുവാനാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ദേശത്തിൽ ഒരു ദേശാധിപതിയുണ്ട്. അവൻ നിന്റെ ദേശത്തിലുള്ള ജനത്തെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആ ദേശത്തിലെ ജനത്തെ കർത്താവിന് വേണ്ടി കൊണ്ടുവരണമെങ്കിൽ നീ അവനെ കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സഭയെ പണിയുന്നത് പാസ്റ്ററല്ല, യേശുവാണ്. എല്ലാവരും പറ, സഭയെ പണിയുന്നത് പാസ്റ്ററല്ല, യേശുവാണ്. അപ്പോസ്തലനല്ല, യേശുവാണ്. പ്രവാചകനല്ല, യേശുവാണ്. ഹല്ലേലൂയ. ഉപദേഷ്ടാവല്ല. ഉറക്കെ പറയും, നിങ്ങൾ ഉറങ്ങിപ്പോകാതെ പറയും. പ്രൈസ് ദി ലോർഡ്. യേശുവാണ്. എല്ലാവരും പറ, കർത്താവാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ, കാരണം നമുക്കൊന്നും സഭയില്ല, കർത്താവിനാണ് സഭയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പണിയുന്നത് യേശുവാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് രാജാക്കന്മാർ വിചാരിച്ചിട്ടും അതിനെ പണിമുടക്കാൻ പറ്റാത്തത്. ആമേൻ. മഹത്തുക്കൾ വിചാരിച്ചിട്ട് പണിമുടക്കാൻ പറ്റാത്തത്, ഗവൺമെന്റ് വിചാരിച്ചാലും പണിമുടക്കാൻ പറ്റാത്തത്. ഇന്ന് വരെ പണിമുടക്ക് നടന്നിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ സഭ പണിയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കല്ലുകളെ വെച്ച് ക്രിസ്തുവിന്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മന്ദിഭാവം ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ശക്തിയോടെ പണി നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭ പണിയുന്നത് പാസ്റ്ററല്ല, സഭ പണിയുന്നത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പാസ്റ്ററും വിശ്വാസികൾക്കുമുള്ള ദൗത്യം ഈ പണിക്ക് നാം ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? ഈ പണിക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുക, പ്രയോജനപ്പെടുക, കൂട്ടുവേലക്കാരായിരിക്കുക, വേലക്കാരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ
ദൈവ ക്രിസ്തു സഭ പണിയുമ്പോൾ നാം വേലക്കാരായിരിക്കണം. ഈ സഭ പണിയുടെ ശുശ്രൂഷയിൽ നാം ഉപയോഗമുള്ളവരാകണം. എല്ലാവരും പറഞ്ഞിട്ട് ഉപയോഗമുള്ളവരാകണം. ആമേൻ. ഉപയോഗമുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. പലരും വിചാരിക്കുന്നത് എൻ്റെ രോഗസൗഖ്യം മാത്രം കിട്ടിയാൽ മതി, എനിക്ക് സമാധാനം കിട്ടിയാൽ മതി. പ്രാർത്ഥന വിഷയം 150 പേര് എഴുതി കൊടുത്തു. പ്രാർത്ഥന വിഷയം, ഇതിനൊരു പരിഹാരം കിട്ടാനാണ് കർത്താവ് ഞാൻ തിരുമുൻപിൽ വരുന്നത്. ഞാൻ തിരിച്ചു പറയും, മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അപ്പോൾ ഇതൊക്കെ പരിഹാരമായി വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എപ്പോഴും ഓർക്കണം, കീശിൻ്റെ കഴുത കാണാതെ പോയത് വെറും ഒരു നഷ്ടമുണ്ടാക്കുവാനല്ല, ആമേൻ, ശൗലിനെ കണ്ടുപിടിച്ച് രാജാവാക്കുവാനാണ്. ഏതോ ഒന്ന് നിനക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. നീ ദൈവസന്നിധിയിൽ വന്ന ദൈവ ഉദ്ദേശം നിറവേറുമ്പോൾ നിന്റെ പ്രശ്നം യേശു പരിഹരിക്കും. ആമേൻ. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഒരു കൊടുങ്കാറ്റടിച്ചതെങ്കിൽ കപ്പൽ കോപ്പുകൾ ഇട്ടാൽ പോരാ, ചരക്കുകൾ വാരി കടലിൽ എറിഞ്ഞാൽ പോരാ. ആ ഉദ്ദേശം യോനായ കടലിൽ എറിയുകയാണ്. യോനായ കടലിൽ എറിയുന്നത് വരെ കാറ്റടങ്ങുകയില്ല, കടൽ ശാന്തമാക്കുകയില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ചുമട് കണക്കിൽ എഴുതി കൊടുത്താലും രാപ്പകൽ പ്രാർത്ഥിച്ചാലും, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് നീ ഇത് അനുവദിച്ചു? പറഞ്ഞേട്ടെ, മനസ്സിലായല്ലോ? അതുകൂടെ ഒന്ന് ഉണർന്നാൽ പരിഹാരം കിട്ടാൻ എളുപ്പമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൂടെ ഉണർന്നാൽ പരിഹാരം കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു പ്രശ്നം നൽകിയാൽ, അനുവദിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. വെറുതെ ഒന്ന് കർത്താവ് അനുവദിക്കയില്ല. എല്ലാവരും വാഗൊന്ന് തുറന്നൊന്ന് പറ, വെറുതെ ഒന്നും കർത്താവ് തൻ്റെ മക്കൾക്ക് അനുവദിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞ് അതിനെ ഉണർന്ന് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കഴിയുമ്പോൾ, മുൻപേ കർത്താവിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ പറയപ്പെടുന്നതെല്ലാം ചോദിക്കാതെ തന്നെ കർത്താവ് നൽകി തരും. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായത് കർത്താവ് നമുക്ക് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രബോധന വേളകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആമേൻ, സ്തോത്രം, ഇവയൊക്കെ നിങ്ങൾക്ക് വേണമെന്ന്, ആമേൻ, എൻ്റെ പിതാവ് അറിയുന്നു, എൻ്റെ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അറിയുന്ന ഒരു അപ്പനുണ്ട്. എത്ര പേർ പറയുന്നു ആമേൻ? ആമേൻ. വേണ്ടതെല്ലാം അറിയുന്ന ഒരു അപ്പൻ ഉണ്ട്. അപ്പന് ചെവി കേൾക്കാം, കണ്ണ് കാണാം, ആവശ്യം അറിയാം. അവൻ തരാതിരിക്കയില്ല. അല്പം ഏതോ ഒന്ന് അനുവദിക്കുന്നു എങ്കിൽ, ആമേൻ, നീ ആകേണ്ടതുപോലെ ആകുവാൻ, ഉണരേണ്ടതുപോലെ ഉണരുവാൻ, ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാൻ, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരാൻ, അത് നീ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിന് വേണ്ടത് കരുതി വെച്ച പിതാവ് നിന്റെ കയ്യിൽ തരും. Praise the Lord. Hallelujah. Hallelujah. അനുസരണം കേട്ട പിള്ളേരോട് പറയും, അവർ പറയും ഈ അലമാരക്കകത്തിരിക്കുന്ന എടുത്തു തരണമെന്ന് പറയുമ്പോൾ, ആമേൻ, അമ്മ പറയും നീ എന്നത് ചെയ് അപ്പോൾ തരാം. കരഞ്ഞാലും പറയും ഇല്ല, അത് ചെയ് അപ്പോൾ തരാം. പ്രൈസ് ദി ലോർഡ്. ഏതോ ഒന്ന് ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ടല്ല, സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമില്ലാഞ്ഞിട്ടല്ല, ആമേൻ, അത്ഭുതം ചെയ്യേണ്ട ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ആമേൻ, എല്ലാമുണ്ട്, എല്ലാമുണ്ട്. എല്ലാവരും പറ, എല്ലാമുണ്ട്. എൻ്റെ അപ്പൻ്റെ കയ്യിൽ സകലതുമുണ്ട്, ഒരു കുറവുമില്ല. പക്ഷെ അതെൻ്റെ കയ്യിൽ തരാൻ ഞാൻ ചില കാര്യം ചെയ്യണം. ഞാൻ ദൈവഹിതം അറിയണം, അനുസരിക്കണം. അതിനായി എന്നെ സമർപ്പിക്കുമ്പോൾ സകലത് തരും. കർത്താവിന് ഓൾറെഡി അറിയാം നമുക്കെന്ത് വേണം. ഹല്ലേലൂയ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. പക്ഷേ അതുകൊണ്ട് ആ ചിന്തകൾ അങ്ങ് വിടുക. എൻ്റെ വിഷയത്തിന് വേണ്ടി ഒരു പ്രബോധനം വരുമോ? എൻ്റെ വിഷയത്തിന് വേണ്ടി ഒരു ദൂത് വരുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു ദൂത് വരുമോ? ഞാൻ പറയാം, ഈ ദൂത് എല്ലാറ്റിനും വേണ്ടി വരുന്ന ദൂതാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവം നമ്മിൽ പ്രസാദിക്കത്തക്ക നിലയിൽ തൻ്റെ ഹിതപ്രകാരം നാം നമ്മെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്നവൻ, ആമേൻ, ചിന്താകുലങ്ങൾ അവൻ്റെ മേലിട്ടുകൊള്ളുക. അവൻ പുലർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചുവെങ്കിൽ, വേദനകളെ ചുമന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം, നമുക്ക് വേണ്ടതൊക്കെ നൽകാമെന്ന് വാക്ക് പറഞ്ഞു എങ്കിൽ അതിൻ്റെ പിന്നാലതുകൾ ഓടണ്ട. തിരികിതം എന്തെന്ന് അന്വേഷിച്ച് ദൈവഗീതം ചെയ്യുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിങ്ങൾക്ക് സകലതും നൽകി തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറഞ്ഞുവല്ലോ, യേശു പണിയുന്നു, നാം കൂട്ടുവേലക്കാരായി കർത്താവിന് ഈ പണിക്ക്, ഈ ദൈവരാജ്യത്തിൻ്റെ പണിക്ക് ഉപയോഗമുള്ളവരായി തീരണം. ആമേൻ. ശരി, ഈ ദാവീദ് തൻ്റെ അഭിഷേകത്താൽ വെല്ലുവിളിച്ച ശത്രുവിനെ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ പറയാൻ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോരുത്തർ താമസിക്കുന്ന ഏരിയകളിലും ജനത്തെ ആരാധനയ്ക്ക് വിടാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ നിന്ദിക്കുന്ന, ആമേൻ, ഒരു ദേശാധിപതിയുടെ ശക്തികളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, ദേശത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, ആമേൻ, വിട്ടു തരികയില്ലെന്ന് തടഞ്ഞു നിർത്തുന്ന എതിർ ശക്തികൾ നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം, ആമേൻ, ആ ദേശത്തിലുള്ള ജനത്തെ, ആമേൻ, രക്ഷിക്കുവാൻ, ആമേൻ, ആ ശത്രുവിനെ തകർക്കുവാൻ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടില്ലാതെ വീട് കവർച്ച ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ അവന്റെ കുടുംബത്തിൽ അകത്ത് കയറി ആ മുത്തുക്കളെ, ആ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടണം. ഇതിന് അവൻ സമ്മതിക്കത്തില്ല. അവൻ വെല്ലുവിളിക്കുന്നു. അവൻ പറയുന്നു, എന്നെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്നെ അവൻ തോൽപ്പിച്ചാൽ മാത്രമേ ഈ ജനത്തെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചിലരുടെ കുടുംബത്തിൽ ഇന്ന് ഒരു പ്രെയർ സബ്ജക്റ്റ് എഴുതി കൊടുത്തു. ആമേൻ. എൻ്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം നല്ലത്. ഹല്ലേലൂയ. നിശ്ചയമായി അത് പ്രാർത്ഥിച്ചു തന്നെ ആകണം. പ്രാർത്ഥിക്കേണ്ട പ്രധാന വിഷയം അതാണ്. ഹല്ലേലൂയ. എൻ്റെ ഏരിയക്കകത്ത് നിന്ന് ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നു. വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും, എല്ലാവരും പറ, ഉറക്കെ പറഞ്ഞേട്ടാ വാക്ക്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ദേശത്തിൽ, ഞാൻ താമസിക്കുന്ന ഏരിയക്കകത്ത്, എൻ്റെ കുടുംബത്തിൽ ഈ ജനത്തെ അടക്കി ഭരിക്കുന്ന ഒരു ദേശാധിപതിയുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ വെല്ലുവിളിക്കുകയാണ്, എന്നെ തോൽപ്പിച്ചാൽ ഈ ജനത്തെ നിനക്ക് തരാം. ഹലോ, ഇല്ലെങ്കിൽ താമസിക്കാൻ, നിന്നെ തോൽപ്പിച്ച് നിന്നെ കൂടെ ഞാൻ കയ്യിലെടുക്കുമെന്ന. പ്രൈസ് ദി ലോർഡ്. ഹലോ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ പിശാച് പറയുന്നു, എന്നെ തോൽപ്പിച്ചാൽ. അപ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് പകരേണ്ട ഒരു അഭിഷേകം എന്ന് പറയുന്നത്, ആമേൻ, ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവീദിന്റെ മേൽ വ്യാപരിച്ച ഒരു യുദ്ധാത്മാവ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഒരു വലിയ യുദ്ധാത്മാവ്. വലിയ വാള്, ആമേൻ, ശൗലിന്റെ കയ്യിലുണ്ടെങ്കിൽ, ആമേൻ, ഗോലിയാത്ത് പറയട, അതിനേക്കാളും വലിയ വാൾ എൻ്റെ കയ്യിലുണ്ട്. പടച്ചട്ട ശൗലിനുണ്ടെങ്കിൽ ഗോലിയാത്ത് പറയും, അതിനേക്കാളും വലിയ പടച്ചട്ട എൻ്റെ കയ്യിലുണ്ട്. ആമേൻ. കുന്തം എൻ്റെ കയ്യിലുണ്ടെന്ന് ശൗൽ പറഞ്ഞാൽ ഗോലിയാത്ത് പറയും, അതിനേക്കാളും വലിയ കുന്തം എൻ്റെ കയ്യിലുണ്ട്. പറയത്തില്ലയോ? സത്യമല്ലേ? അത് സത്യമല്ലേ? എല്ലാവരും ഒന്ന് പറയൂ, സത്യമാണോ? വാസ്തവത്തിൽ അത് സത്യം. ഹല്ലേലൂയ. ഏത് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന കുന്തത്തേക്കാൾ വലിയ കുന്തം അവൻ്റെ കയ്യിലുണ്ട്. ഏത് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന വാളിനേക്കാൾ വലിയ വാള് അവൻ്റെ കയ്യിലുണ്ട്. ഏത് മനുഷ്യൻ്റെ മേലുള്ള പടച്ചട്ടേക്കാൾ വലിയ പടച്ചട്ട അവൻ്റെ മേലുണ്ട്. മറ്റുള്ളവരെ കയ്യിലുള്ളതിനേക്കാൾ ആയുധവാഹകൻ അവൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം, എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മുൻപാകെ ഇതെല്ലാം ചെറുതാണ്. ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ശൗലിന് പടച്ചട്ട ഉണ്ടെന്നോ അല്ലെങ്കിൽ ആയുധമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ആമേൻ ശത്രു പറയും അതിനേക്കാൾ വലുതെനിക്കുണ്ട്. പക്ഷെ ദാവീദിനോട് ചോദിച്ചാൽ പറയും നിനക്കുള്ള സകലത്തെക്കാളും വലിയ നാമം എൻ്റെ കയ്യിലുണ്ട്. ആ നാമത്തിൽ ഞാൻ വരും. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഓർത്തുകൊള്ളുക, നമുക്കൊരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ അവന്റെ മുൻപിൽ മടങ്ങി തന്നെ ആകണം. നീ നിസ്സാരമായ ഒരുവനല്ല. ദാവീദേ, അപ്പൻ പോലും നിന്നെ കൊച്ചായി കണ്ടാലും നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നവനാണ് ശത്രു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങൾ പാർക്കുന്ന ഏരിയയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരെ തൻ്റെ പിന്നിൽ നിർത്തിക്കിട്ട് അവരുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന ദേശാധിപതിയുടെ ശക്തിയുണ്ട്, ഗോലിയാത്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ രക്ഷിക്കുന്നത് ഞാനല്ല, യേശുവാണ്. നിങ്ങളല്ല, യേശുവാണ്. അത് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ദാവീദിനെയാണ്. യേശു ഉപയോഗിക്കുന്നത്, എല്ലാവരും പറഞ്ഞേട്ടെ, യേശു ഉപയോഗിക്കുന്നത് ദാവീദന്മാരെയാണ്. ആമേൻ. നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കാം. പക്ഷെ നമുക്കതിൻ്റെ ആഗ്രഹം വേണം, അതിൻ്റെ വാഞ്ച വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്തോത്രം. അതെ, ഈ ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തി. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദേശത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ പിന്നിൽ വെച്ച് നിർത്തിക്കൊണ്ട് മുന്നിൽ വന്ന് പിശാച് പറയുന്നു, വിടത്തില്ല, ഇവരെ ആരെയും തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ലക്ഷ്യം നിന്നെ കൂടെ കീഴടക്കി എൻ്റെ കൈക്കലാണ്, എൻ്റെ അണിയിൽ ചേർക്കുകയാണ്. പിശാചിൻ്റെ ലക്ഷ്യം നമ്മെ കൂടെ കീഴടക്കിയിട്ട് തൻ്റെ, മനസ്സിലായോ നിങ്ങൾക്ക്, അണിയിൽ ചേർക്കുകയാണ്. അങ്ങനെ കുടുംബങ്ങളിൽ, ദേശത്തിൽ, ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ ചുറ്റുപാട്, ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഏരിയ മാത്രം നിങ്ങൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷകരുണ്ടെങ്കിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഏരിയ മാത്രം കാണുക, ആ ദേശത്തെ, ആ ഗ്രാമത്തെ. വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏരിയയിൽ നിന്ന് വരുന്നോ, എവിടെ താമസിക്കുന്നുവോ ആ ഏരിയയെ കാണുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുടുംബത്തിൽ ഒരു വ്യക്തി മാത്രം രക്ഷിക്കപ്പെട്ടു, കുടുംബാംഗങ്ങൾ ഒന്നും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ എല്ലാം കാണുക. അവരെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ആ ഏരിയയിലെ ഗോലിയാത്ത് മുൻപിൽ വന്ന് പറയുകയാണ്, ഇവരെ ഞാൻ തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെ ഞാൻ, മനസ്സിലായോ? വളരെ ലളിതമായിട്ടല്ലേ ഞാൻ പറയുന്നത്. ഇവരെ ഞാൻ തരത്തില്ല. സ്തോത്രം. എൻ്റെ ലക്ഷ്യം നിന്നെ കൂടെ ഇങ്ങോട്ട്, നിന്നെയും നിന്റെ കൂട്ടാളികളെയും കൂടെ എൻ്റെ കൂടെ ആക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് ആര് പറയുന്നു? ആരാ പറയുന്നേ? ആ ഗോലിയാത്ത്, അല്ലെങ്കിൽ ആ ദേശത്തിലെ പിശാച്, ദേശാധിപതി. ഹല്ലേലൂയ. അപ്പോൾ നാം പറയുന്നു, ഇല്ല, അവരെനിക്ക് വേണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ദേശത്തെ രക്ഷിക്കണം, എൻ്റെ ദേശത്തെ രക്ഷിക്കണം, എൻ്റെ പിതാവിനെ, മാതാവിനെ, സഹോദരങ്ങളെ, ഭർത്താവിനെ, ഭാര്യയൊക്കെ രക്ഷിക്കണം. അപ്പോൾ പിശാച് പറയുന്നത്, ഇല്ല ഇല്ല ഇല്ല, തരത്തില്ല. നിന്നെ കൂടെ ഞാൻ ഇങ്ങോട്ടാക്കാൻ, നിൻ്റെ അണികളെ കൂടെ ഇങ്ങോട്ടാക്കാൻ. ആമേൻ. സ്തോത്രം. നീ ഇങ്ങോട്ട് വാ, നമുക്ക് യുദ്ധം ചെയ്തു നോക്കാം. അപ്പോൾ നാം പറയുന്നു, കർത്താവേ ഇവരെ തരണമേ. പക്ഷേ തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, യുദ്ധം ചെയ്യുവാൻ ഇറങ്ങേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ ആരെയും അവൻ വിടത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ശത്രുവിനെ, ആ ദേശാധിപതിയെ, ഹല്ലേലൂയ, ആ പിശാചിനെ, ആമേൻ, തള്ളിയിടാൻ എൻ്റെ യേശുവിന് ആഗ്രഹമുണ്ട്. ആമേൻ. അതിന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? അതിനുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാണ്. തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ശരി, ഇനി സമയം വളരെ കുറഞ്ഞു പോയി, അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത ഫൈനൽ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പോൾ സഭ പണിയുന്ന ആരാണ്? യേശു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ശത്രുവിനെ കീഴടക്കേണ്ടത് ആരാണ്? യേശു.
പക്ഷെ അവനെ കീഴടക്കാൻ ഉപയോഗിക്കുന്നത് ദാവീദ് ഉപയോഗിച്ചത്, അവൻ തോട്ടിനകത്ത് ഇറങ്ങി 5 മിനുസമുള്ള കല്ലുകളെ എടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോട്ടിലിറങ്ങി 5 മിനുസമുള്ള കല്ലുകളെ എടുത്തു. അതിൽ ഒന്നിനെ കവണയിൽ വച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ പിശാച് ഗോലിയാത്തെന്ന് വെച്ചുകൊള്ളുക. ആമേൻ. ദാവീദിന്റെ ഭാഗത്ത് യേശുവിനെ നിർത്തിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയെ കവണയായി കണ്ടുകൊള്ളുക. ഈ കവണയ്ക്കകത്ത് യേശുവാകുന്ന ദാവീദ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മിനുസമുള്ള കല്ലാണ് ഞാനും നിങ്ങളും എന്ന് കരുതിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പണിയിൽ വെല്ലുവിളിച്ചെതിർത്ത് നിൽക്കുന്ന ഈ ശത്രുവിനെ ഒറ്റ അടിയിൽ തള്ളിയിടുവാൻ കർത്താവ് ഒരു കല്ലിനെ കരത്തിലെടുക്കുന്നു. ആ കല്ല് മിനുസമുള്ള കല്ല്. ആ കല്ലാണ് നീ. പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കർത്താവ് എൻ്റെ ദേശത്തെ ദേശാധിപതിയുടെ ആമേൻ ശക്തിയെ തകർത്ത്, അവനെ തകർത്തിട്ട് എൻ്റെ ദേശത്തെ രക്ഷിപ്പാൻ, എൻ്റെ ജനത്തെ രക്ഷിപ്പാൻ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നീ ആഗ്രഹിക്കുമെങ്കിൽ സ്തോത്രം, നിന്നെ ഉപയോഗിക്കും. അടുത്തൊരു പ്രശ്നം, ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നീയാകുന്ന കല്ല് മിനുസമുള്ള കല്ലല്ല. പിന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരുക്കപ്പെട്ട കല്ലായി മാറണം. ഈ കല്ലിനോട് ചോദിക്കാം, കല്ല് ദാവീദിൻ്റെ കവണയിൽ ഒതുങ്ങുവാൻ നിന്റെ അനുഭവ സാക്ഷി എന്തെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ കല്ലിൻ്റെ അനുഭവ സാക്ഷി എന്താ പറയും? പ്രൈസ് ദി ലോർഡ്. ഹലോ, എന്താ പറയും? നമുക്കറിയാം, മലയിൽ നിന്ന് ആരംഭിച്ച് താഴോട്ടൊഴുകി കടലിലേക്ക് പോകുന്നതാണ് ഏത്? നദി. ഈ നദിയിൽ നിന്നാണ് എന്തെടുത്തത്? കല്ലെടുത്തത്. അപ്പോൾ ഈ കല്ലിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അനുഭവ സാക്ഷി ഇതായിരിക്കാം. ഞാനത് ഒരു ഉദാഹരണം പറയും. പലപ്പോഴും വൻമഴകൾ പെയ്തു, ഞാനൊരു മലയിലായിരുന്നു. ഈ മഴ പെയ്ത്, പലപ്പോഴും മഴ പെയ്ത് വെള്ളം ഒലിച്ചപ്പോൾ മലയുടെ ഒരു ഭാഗമാകുന്ന ഞാൻ അടർന്ന് നദിയിൽ വീണു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അതിനെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ മാതൃമലയിൽ നിന്ന് അടർന്ന് വീണ ഒരു കല്ലിൻ്റെ ഭാഗം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മിനുസമുള്ളൊരു കല്ലായി നീ മാറണമെങ്കിൽ പഴയ പാരമ്പര്യത്തിൽ, പഴയ ജീവിതത്തിൽ, പഴയ മാതൃമലയിൽ നിന്ന്, ആമേൻ, പഴയ പാപ സ്വഭാവ ജീവിതത്തിൽ നിന്ന് വേർപെട്ടാദ്യം വരണം. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ട് വേർപെട്ട് വരണം. അയ്യോ, ഉറക്കമെന്ന് പറഞ്ഞാട്ട് സമയമില്ല, വേർപെട്ട് വരണം. ആമേൻ. നമ്മുടെ ആഗ്രഹം എന്താണ്? എൻ്റെ ദേശത്തിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ ആമേൻ തകർക്കാൻ യേശുവേ എന്നെ ഉപയോഗിക്കണമെന്നല്ലേ പറഞ്ഞേ? ഹലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ഉപയോഗിക്കണമെന്നല്ലേ പറഞ്ഞേ? കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. ഒത്തിരി ദിവസം കൊണ്ട് പറഞ്ഞിട്ട് എന്തായിരുന്നില്ല. അപ്പോ ഉപയോഗിക്കണമെങ്കിൽ ഒന്ന്, പഴയ മലയിൽ നിന്ന് അടർന്ന് വീഴണം. വല്ലയിടത്തും വീഴരുത്, ഈ നദിയിലോട്ട് വീഴണം. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ഈ ആത്മനദിയിലേക്ക് വീഴണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത് ആവശ്യം പഴയ ദുസ്വഭാവം, പാപ സ്വഭാവം, പാരമ്പര്യം സകലത്തിൽ നിന്നും വേർപെട്ട് മാറണം. വചനം വിളിക്കണം, വേർപെട്ട് വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത്, ഈ മലയിൽ നിന്ന് വേർപെട്ട് വീണപ്പോൾ വലിയ കല്ലായിട്ടായിരിക്കും വീണത്, അല്ലേ? ഓ, വലിയ കല്ലായിട്ടായിരിക്കും. പക്ഷെ അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ദാവീദിന്. കാരണം ഈ കല്ലിനെ പൊക്കിയെടുക്കാൻ ക്രെയിൻ കൊണ്ടുവന്നേ പറ്റൂ. സ്തോത്രം. ഹലോ, ചിലരുടെ ഇരിപ്പും ഹെഡ് വെയിറ്റും ഒക്കെ കണ്ടാൽ പൊക്കിയെടുക്കണമെങ്കിൽ ക്രെയിൻ തന്നെ വരണം. ഹലോ,
ഞാൻ ആരെന്നറിയോ? എൻ്റെ ജോലി എന്ത്, എൻ്റെ കുടുംബം ഏത്, ഞാൻ ഇവിടുത്തുകാരൻ, ജനങ്ങനെയുള്ളവൻ, ഞാൻ ആരാണ്, എൻ്റെ ആള് ഇങ്ങനെയാണ്. നിൻ്റെ ഹെഡ് വെയിറ്റ് ഒക്കെ കണ്ടാൽ ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കണം. പക്ഷെ ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കി കൊണ്ടുപോകുമ്പോൾ ഗോലിയാത്ത് മാറി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ക്രെയിനിൽ പോകുന്ന വലിയ കല്ലിനേക്കാളും വളരെ സ്പീഡിൽ അവൻ കണ്ണടച്ച് തുറക്കും മുമ്പ് അവൻ്റെ നെറ്റിക്കടിച്ച് താഴെ ഇടേണ്ട കല്ല് ഈ വലിയ കല്ലല്ല, കവണയിൽ ഒതുക്കുന്ന സൈസായ മിനുസമുള്ള കല്ല്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നിന്നെ ഉപയോഗിച്ച് നിന്റെ ദേശത്തിലുള്ള ദേശാധിപതിയെ വീഴ്ത്തിയിട്ട് അവൻ തൻ്റെ പിന്നിൽ അണിനിരത്തിയിരിക്കുന്ന സകല ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടമായി രക്ഷയിലേക്ക് നയിക്കുവാൻ, ഒന്ന് വേർപാട് നീ അനുസരിക്കണം, രണ്ട് നീ ഉടയ്ക്കപ്പെടണം. ആമേൻ. നിഗളത്തിന് മുൻപേ ഉന്നത വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് പറഞ്ഞാട്ടെ കൃപ നൽകും. നമ്മുടെ വിദ്യാഭ്യാസ ശ്രേഷ്ഠത, നമ്മുടെ കുടുംബ ശ്രേഷ്ഠത, നമ്മുടെ പണത്തിൻ്റെ, നമ്മുടെ അധികാരത്തിൻ്റെ, ആമേൻ സ്തോത്രം, ഏതൊന്നും നമ്മെ വലിയ ആളാക്കി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ലെന്ന്, ക്രൂശിനെ കുറിച്ചല്ലാതെ ഒന്നും അറിയത്തില്ലെന്ന് പൗലോസിനെ പോലെ താഴ്ത്തി 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 ഏൽപ്പിക്കണം. യെശയ്യാപ്രവചനം 66:2 പറയുന്നു, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, എൻ്റെ കരത്താൽ ഞാൻ ഇത്രയൊക്കെ സൃഷ്ടിച്ചു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യരെ ഞാൻ കടാക്ഷിക്കും. Praise the Lord. ഈ വലിയ കല്ലിനെ നുറുക്കി സൈസാക്കാവുന്ന ചുറ്റികയാണ് വചനം. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം എടുത്ത് ദൈവദാസന്മാർ തലക്കിട്ട് അടിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, തല മാറ്റി കൊടുക്കരുത്, താഴ്ത്തി കൊടുത്ത് ഉടയ്ക്കപ്പെടുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ചിലർ പലതിനും ഈ ചുറ്റിക ഇങ്ങോട്ട് വരുമ്പോൾ, ഈ വചനം വരുമ്പോൾ ഒഴിഞ്ഞു നിന്നിട്ട് ഉപദേശിയെ കുറ്റം പറയും. പ്രൈസ് ദി ലോർഡ്. വചനം ഏറ്റെടുക്കത്തില്ല. നീ അന്നും വലിയ കല്ല്, ഇന്നും വലിയ കല്ല്, അവസാനം വരെ വലിയ കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തും കർത്താവിന്റെ ശുശ്രൂഷയുടെ കവണയ്ക്കകത്ത് പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിന്നെ താഴ്ത്തേണം. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞിട്ട് കരം ഉയർത്തി. സ്തോത്രം, 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 സ്തോത്രം. പൗലോസ് അപ്പോസ്തലന് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ അവൻ പറയുന്നു ഇതൊക്കെ വെറും ചവറാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഏതുമില്ലാത്തവനായി നിൽക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ ആശ്രയിച്ച് ഉടയ്ക്കപ്പെടുവാൻ നീ നിന്നെ ഏൽപ്പിച്ചാൽ സൈസാക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹലോ. അതുകൊണ്ട് ഉടയ്ക്കപ്പെട്ടത് കൊണ്ട് ഉടനെ ഉപയോഗിക്കാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ഉടയുമ്പോഴുണ്ടല്ലോ കൂർത്തുമുറുത്തൊക്കെ ഇരിക്കും, അല്ലേ? 4 വശവും കൂർത്തുമുറുത്ത് ഇരിക്കും, ത്രികോണാകൃതിയിലിരിക്കും, ചിലത് 8 കോണ് കാണും, അല്ലേ? സ്തോത്രം. വലിയ അപകടകാരിയാണ് ഈ ഉടയ്ക്കപ്പെട്ട ഈ കല്ല്. പിള്ളേർ ആ നദിയിലേക്ക് എടുത്ത് ചാടുമ്പോൾ അവിടെ കാലിനൊക്കെ മുറിവുണ്ടാക്കുന്ന ആരാ? അവിടുത്തെ മുതുക്കൻ കല്ലുകളല്ല, ഹലോ, ഈ കൊച്ചു കല്ലുകളാണ്, അല്ലേ? സ്തോത്രം. ഈ കല്ലുകൾ അടുത്ത് മിനുസമുള്ളതാകണമെങ്കിൽ ഈ നദിയിൽ യാത്ര ചെയ്യണം. അതാണെന്ന് ഞാൻ പകൽ പറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കണം. വരണ്ട ജീവിതമല്ല, വരണ്ട ജീവിതമല്ല, വരണ്ട ജീവിതമല്ല. ആത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം. ആമേൻ, സ്തോത്രം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം. റോമർ 8:14 പറയുന്നു, ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യത്തിൽ യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നു, വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ സ്വഭാവങ്ങളിൽ കൂർത്തുമുർത്ത മുനമ്പുകളെ ഉടച്ച് ആമീൻ നമ്മെ തേയ്മാനമുണ്ടാക്കി നല്ല 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 എന്നാ മിനുസമുള്ള കല്ലാക്കി മാറ്റുന്നത് ഈ നദിയാണ്, ഈ വെള്ളമാണ്.
ആമേൻ കൂട്ടിയിടിച്ചും ഉരശിയും മണലിൽ ഉരശിയും, ആമേൻ സ്തോത്രം, ഈ കല്ല് നിങ്ങൾ നല്ല തോടുകളിൽ പോയി നോക്കുക. ആമേൻ പുറത്ത് കിടക്കുന്ന കല്ല് പോലെയല്ല, തോട്ടിനകത്തുള്ള കല്ലുകൾ അത് മിനുസമുള്ളതായിക്കൊണ്ടേയിരിക്കും. വലിപ്പം പലതായാലും മിനുസമുള്ളതായിക്കൊണ്ടേയിരിക്കും. കാരണം വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ നീ ശരിയായി നടത്തപ്പെടുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടേ വരും, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേ വരും. ആമേൻ. മുനകൾ ഉടച്ച്, ആമേൻ, വേണ്ടാത്ത ദുസ്വഭാവങ്ങൾ ഉടച്ച്, അറിവില്ലായ്മകളെ ഉടച്ച്, പരിജ്ഞാനക്കുറവുകളെ ഉടച്ച്, ഹല്ലേലൂയ, ഇടപെടലുകളിലുള്ള തെറ്റായ അവസ്ഥകളെ ഉടച്ച്, മറ്റുള്ളവർക്ക് കേടുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന സ്വഭാവ വൈകല്യങ്ങളെ ഉടച്ച് ഉടച്ച്, പ്രൈസ് ദി ലോർഡ്, തീരുമാനമുണ്ടാക്കി നിന്നെ മിനുസമുള്ള കലായി. അതിന് ആത്മാവിൽ യാത്ര ചെയ്യണം, നദിയിൽ യാത്ര ചെയ്യണം. എല്ലാവരും പറ, നദിയിൽ യാത്ര ചെയ്യണം. ആമേൻ. നദി എന്ന് പറയുമ്പോൾ ഉണങ്ങിയ നദിയിലല്ല, അതാണ് ആത്മനിറവുള്ള ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. കൈകളെ ഉയർത്തി ഇങ്ങനെ വീശി പറ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പിള്ളേരെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് പറഞ്ഞു തരണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി. ആമേൻ. അമ്മ എങ്ങനെ ഇരുന്നാൽ മക്കൾ നന്നാകും അറിയണ്ടേ? അവസരം ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞുതരാം. സ്തോത്രം. അമ്മയും അപ്പനും ഒക്കെ എങ്ങനെ ഇരുന്നാൽ മക്കൾ നന്നാകും. ഇപ്പോഴാളുകളുടെ വിചാരം ഞങ്ങൾ ഇങ്ങനെ ആയതാ, ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, കുഞ്ഞ് നന്നാകണം, പരിപാടി നടക്കത്തില്ല. അല്ലല്ലോ, എല്ലാ കള്ളുകൂടിയനും പറയുന്നത് ഇതാ. സ്തോത്രം. എല്ലാ കള്ളനും പറയുന്നത് ഇതാ, എല്ലാ ദുർമാർഗിയും പറയുന്നത് ഇതാ. ഞാൻ എങ്ങനെ പോയാലും വേണ്ടല്ലേ, എൻ്റെ കുഞ്ഞ് നന്നാകണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആൻസർ നാളെ തരാം. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ നാം യാത്ര ചെയ്ത്, ആമേൻ, എന്തുണ്ടാകണം? മിനുസമുള്ള കല്ല്. ഹലോ, വരണ്ട നിലത്തിൽ പോരാ, വെള്ളമില്ലാത്ത നദികളിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അതിനാണ് ആത്മനിറവിലുള്ള ജീവിതം. അപ്പോഴാണ് വേണ്ടാത്ത ദുസ്വഭാവങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിതത്തെ ശരിയാക്കുക, നേരെയാക്കുക. പ്രൈസ് ദി ലോർഡ്. ശരി, അങ്ങോട്ട് അവിടെ വിശദീകരിക്കുന്നില്ല. അടുത്ത് ഈ ഉടയ്ക്കപ്പെട്ട കല്ലുകൾക്ക് വേറെ ചില ആപത്തുകളുണ്ട്. എളുപ്പ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം മണലൂറ്റ് പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ ഈ നദിയിൽ മണലൂറ്റുമ്പോഴെന്തുണ്ടാകും? ഇടയ്ക്ക് വലിയ കുഴി ഉണ്ടാകും, അല്ലേ? മണലൂറ്റുമ്പോൾ എന്തുണ്ടാകും? ഈ ചിലർ ദൈവകൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഇല്ലാതെ കളയും. എനിക്ക് കൃപയുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, എനിക്ക് രോഗശാന്തിയുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം പ്രാപിച്ചിട്ട് പിന്നെ ഞാൻ ആരെന്നറിയാമോ? ആ പാസ്റ്റർക്ക് എന്തറിയാം? എനിക്കേ വല്ലതും അറിയാം. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ബ്രേക്കില്ലാത്ത വണ്ടി പോലെ പാസ്റ്റർ നടത്തിപ്പുകാരനെ അനുസരിക്കത്തില്ല. ഇവർക്കൊരു പോക്കുണ്ട് അങ്ങോട്ട്. പക്ഷെ ഓർക്കണം, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന കല്ലെല്ലാം മണലൂറ്റുകാരുടെ കുഴിക്കകത്ത് വീണു. ആമേൻ. പക്ഷെ ഗൈഡ് ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഗൈഡൻസ് ശരിയായി സ്വീകരിച്ചാൽ പറയും, മോനെ ഇതിലേ പോകാതെ അവിടെ ചതിക്കുടിയുണ്ട്. ഹല്ലേലൂയ. അനുദിനവും പ്രബോധനം കേട്ട് നടക്കേണ്ടുന്ന പാതയിൽ, ആമേൻ, 32:8 വാക്യത്തിൽ പറയുന്നത് പോലെ, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അവൻ എന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന പാത എനിക്ക് കാണിച്ചതിന് അവന്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന. ഒരു ദൈവദാസന്റെ, സഭയുടെ നേതൃത്വത്തിന്റെ ആലോചനകൾ ശരിയായി കേട്ട് പലരും ഒന്ന് ഷൈൻ ചെയ്തിട്ട് പിന്നെ അഡ്രസ് ഇല്ലാതാകുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. കിട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുപോകരുത്, പോകേണ്ട അടുത്തൂടെ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പോക്കാണ്, പിന്നെ കവണയിൽ കയറുന്ന പരിപാടിയില്ല. എങ്ങനെയെന്ന് പറയാം. അടുത്ത മണലൂറ്റുകാരൻ വരും കുറേ ദിവസം കഴിഞ്ഞിട്ട്. യവൻ കുഴിക്കകത്തായി, അതിൻ്റെ പുറത്ത് മണലായി. അപ്പോൾ അടുത്ത മണലൂറ്റുകാരൻ വന്ന് അവിടെ എന്ത് ചെയ്യും? മണലൂറ്റും. അപ്പോൾ ഈ കല്ല് എവിടെ പോകും? മണലിൻ്റെ കൂട്ടത്തിൽ. മനസ്സിലായോ? കയറിപ്പോകും. എന്നിട്ട് ഈ കല്ലിനെ പണിസ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു അരിപ്പ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ കല്ല് എവിടെ പോകും? വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ പോകും.
മനസ്സിലായല്ലോ? അപ്പോൾ കൃപ പ്രാപിച്ചവൻ വേസ്റ്റിൻ്റെ കൂട്ടത്തിലാകുന്നു. ഇപ്പം അതാണ് പല കൃപ പ്രാപിച്ചവരും ഇവിടെ കിടക്കുന്നു വേസ്റ്റ് കൂമ്പാരത്തിൽ. ഹല്ലേലൂയ. ഉപയോഗപ്പെടാതെ കിടക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നടത്തപ്പെടണം. നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 13:17 പറയും, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് സകലത്തിലും കീഴടങ്ങി. അത് ഒന്ന് വായിച്ചു നോക്കാം. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. അതെല്ലാവർക്കും ഇനിയിപ്പോൾ കൃപാവരമൊക്കെ പ്രാപിച്ച് ദൈവകൃപമൊക്കെ പ്രാപിച്ച് ദൈവ ശുശ്രൂഷയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തലതിരിഞ്ഞ് പോയാൽ പിന്നെ ആകെപ്പാടെ കുഴപ്പമാണ്. അതുകൊണ്ട് അതുകൂടെ വായിച്ച് കേട്ടേച്ച് പോകും. വായിക്കണം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ശ്രദ്ധിച്ചോണം. നടത്തുന്നവരെ എല്ലാവരും ഉറക്കെ പറ, അത് ഏറ്റുപറ. നടത്തുന്നവരെ അനുസരിച്ച് കീഴെ ഇരുന്നാൽ പോരെ, അടങ്ങിക്കൂടെ? ഇപ്പൊ പലരും അടങ്ങിയിരിക്കത്തില്ല. ശരി, കീഴടങ്ങിയിരിക്കും. അടുത്ത്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്ന. കാരണം ഇതൊക്കെ പറഞ്ഞും പ്രബോധിപ്പിച്ചും പ്രസംഗിച്ചും ഉപദേശിമാരെയും കൊണ്ട് വരുത്തി പ്രസംഗിപ്പിച്ചൊക്കെ പ്രബോധിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്ന ഇവരെ എല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. ഹലോ. എല്ലാ പാസ്റ്റർമാരുടെയും ഒരു ഉത്തരവാദിത്വമാണ് കിട്ടിയ അത്ര ആട്ടുകുട്ടികളുടെ കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ, മനസ്സിലായല്ലോ? അടുത്ത്, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഈ കണക്ക് കൊടുക്കേണ്ടി ഉള്ളത് കൊണ്ടാണ് ഒരു വിശ്വാസി തെറ്റിപ്പോയാൽ ഒരു വേദന, പാപം ചെയ്താൽ ഒരു വേദന. ആരാധനയ്ക്ക് വന്നു എത്ര 10,000 വിശ്വാസികളുണ്ടെങ്കിലും പാസ്റ്ററുടെ കണ്ണ് ഗേറ്റിലും അവിടെയൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുക. എന്തിനെന്നറിയോ? വരാത്തവരുണ്ടോ എന്ന് കാണാൻ. ശ്രദ്ധയിൽപ്പെടുന്ന ചിലർ വന്നില്ലെങ്കിൽ കണ്ണങ്ങനെ ഊടാടി സഞ്ചരിക്കും. ചിലർ പറയും, ഞാൻ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ. അല്ല പാസ്റ്റർ. അടുത്ത ചോദ്യം, എങ്ങനെ പാസ്റ്റർ കണ്ടുപിടിച്ച് ഇത്ര 1000 പേരുടെ ഇടയിൽ ഞാൻ വരാത്തത് എങ്ങനെ? അപ്പോൾ ഞാൻ പറയും, അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ പാസ്റ്ററാക്കി എന്നെ വെച്ചിരിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒന്ന് നഷ്ടപ്പെടുന്നത് ഒരു ദൈവദാസന് സഹിക്കത്തില്ല. ഒന്ന് തെറ്റിപ്പോകുന്ന ഒരു ദൈവദാസന് സഹിക്കത്തില്ല. കാരണം കണക്ക് ബോധിപ്പിക്കേണ്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അടുത്ത്, ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. എല്ലാവരും പറഞ്ഞാട്ടെ, എന്നെ സന്തോഷത്തോടെ എന്നെ നടത്തുവാൻ ഞാൻ ഇടവരുത്തണം. ഇല്ലെങ്കിലോ? അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല. മനസ്സിലായല്ലോ? ഞാൻ അടുത്ത് പറയണ്ടല്ലോ. നിങ്ങൾക്ക് വിശ്വാസി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിനക്ക് നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. ശരിയായി പോയില്ലെങ്കിൽ നിനക്ക് നല്ലതല്ല. ശുശ്രൂഷകനെ കണ്ണീര് കുടിപ്പിക്കാൻ തുടങ്ങിയ ഇന്ന് നിന്റെ പണത്തിന്റെ കൊഴുപ്പോ അധികാരമോ അല്ല, സ്തോത്രം, നിനക്കുള്ള ആമേൻ എല്ലാ സ്ഥാനമാനങ്ങളോ നിന്നെ സഹായിക്കും. പക്ഷേ എൻ്റെ ദൈവം പറയുന്നു നിനക്ക് നല്ലതല്ല. ഹല്ലേലൂയ. ശരി. അതുകൊണ്ട് ഗൈഡൻസ് അനുസരിച്ച് പോയാൽ നീ മിനുസമുള്ള കല്ലാകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വേറൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഉടയ്ക്കപ്പെട്ടു, കൊള്ളാം, നല്ല ദൈവകൃപയുള്ള ചെറുക്കൻ, സഹോദരി കൊള്ളാം, നല്ല ദൈവകൃപ. ഈ 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഈ കൃപയും കൊണ്ടൊറ്റ പോക്കുണ്ട്. അങ്ങനെ പോയി നന്നായി ജീവിക്കണമെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മലയിൽ നിന്ന് വേർപെട്ട് വന്ന് ഇവിടെ കിടക്കുന്ന കുറേ മുതുക്കം കല്ലുകൾ അവിടെ കാണും. അത് കണ്ടിട്ടുണ്ടോ? ഹലോ, മനസ്സിലായില്ലേ? ഈ നദിക്കകത്ത് ചില മുതുക്കം കല്ലുകൾ കാണും, അനങ്ങാപ്പാറകൾ. അത് അനങ്ങത്തുമില്ല. പക്ഷെ ചില കല്ലുകൾ പോയി ഇതിൻ്റെ അടക്കല്ലുകളായിട്ട് ചേർന്ന് പോകും. ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ പോയി? മനസ്സിലായില്ലേ? ഈ മുതുക്കം കല്ലിൻ്റെ അടക്കി കയറി. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, ഇതുപോലൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്നെപ്പോലുള്ള സ്പീഡുള്ളവരൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. പാസ്റ്റർ പറയും പോലെ നടന്നവന്മാരെയും ഞാൻ കണ്ടതാ. അതുകൊണ്ട് ഒതുങ്ങിയൊക്കെ കഴിയുന്നതാ നല്ലതെന്ന് പറയുന്ന ചില മുതുക്കൻ കല്ലുകൾക്ക് അടക്കല്ലുകളായി ഈ കല്ല് കയറിയെങ്കിൽ ചരിത്രത്തിൽ നീ മിനുസമുള്ള കല്ലായി മാറത്തുമില്ല, കവണക്കകത്ത് കയറത്തുമില്ല, നിന്നെ ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കാൻ കഴിയത്തുമില്ല. ആ കൈ ഉയർത്തി എല്ലാവരും ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.
നീ ഉപയോഗപ്പെടണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ നീ ഉപയോഗപ്പെടണമെന്ന് ദൈവദാസന്മാർ ആഗ്രഹിക്കുന്നു. അത് ശരിയായ നിലയിൽ നീ ഉപയോഗപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നീ അടിമയാകരുത്, നീ ചതിക്കുഴിയിൽ അകപ്പെടരുത്, നിന്റെ വളർച്ച മുരടിക്കരുത്. എല്ലാവരും നല്ലൊരു ആമേൻ ഇങ്ങനെ കൈവീശി പറഞ്ഞാട്ടെ, ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ. പക്ഷെ ഒരു കാര്യം, ഇവയെല്ലാം അതിജീവിച്ച് ആത്മാവിൽ നീ യാത്ര ചെയ്താൽ ആമേൻ, നീ മിനുസമുള്ള കല്ലായി മാറും. ഈ മിനുസമുള്ള കല്ലിനെ തപ്പിയെടുത്താണ് ദേശാധിപതിയെ കീഴടക്കാൻ എൻ്റെ യേശു ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഗ്രാമത്തിൽ, നീ താമസിക്കുന്ന ഏരിയയിൽ ജനത്തെ തടുത്തു നിർത്തിയിട്ട് മുൻപിൽ വന്ന് വെല്ലുവിളിക്കുന്ന ആ ദേശാധിപതിയെ ആമേൻ തകർക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. തന്റെ ശുശ്രൂഷയുടെ കവണയിൽ നീയാകുന്ന കല്ലിനെ എടുത്തു വച്ച് ഉപയോഗിക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നിന്റെ ജീവിതത്തിൽ മിനുസപ്പെടേണ്ട ആവശ്യം നീയാണ്. അത് നിനക്കാണ്. നീ മിനുസപ്പെട്ടാൽ, വചനാടിസ്ഥാനത്തിൽ പണിയപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഇന്ന് രാത്രി മുതൽ നിന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം. എൻ്റെ ഏരിയയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ, ഞാനായിരിക്കുന്ന പട്ടണത്തിൻ്റെ ഭാഗത്ത് ജനത്തെ പിന്നിൽ വിട്ടുകൊണ്ട് മുന്നിൽ നിന്ന് ഒറ്റയൊരുത്തനെയും നിനക്ക് തരത്തില്ല, നിന്നെ കൂടെ ഞാൻ എൻ്റെ പക്ഷം ചേർക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തന്മാരെ നേരിടാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണിയുന്നത് കർത്താവാണ്, ഉപയോഗിക്കുന്നത് കർത്താവാണ്. പക്ഷെ നീ മിനുസമുള്ള കല്ലായി നിന്റെ ആമേൻ കൂർത്തുമുർത്ത പരുക്കൻ ചില ഭാഗങ്ങളെ ആമേൻ മാറ്റിക്കളഞ്ഞിട്ട്, സ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട്, ആത്മനിറവിൽ, ആത്മശക്തിയിൽ നീ കർത്താവിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ആ ദേശാധിപതിയെ വീഴ്ത്താൻ കർത്താവ് നിന്നെ കയ്യിലെടുക്കാൻ പോകുകയാ. നിന്നെ കരത്തിലെടുക്കാൻ പോകുകയാ. നിന്നെ കരത്തിലെടുക്കുവാൻ പോകുകയാ. നീ ഇപ്പോൾ കിടക്കുന്നത് ആത്മനദിയിലെങ്കിൽ നിന്നെ കരത്തിലെടുക്കാൻ പോകുകയാ. നീ ഉപയോഗപ്പെടാൻ പോകുകയാ. കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കതിന് മനസ്സുണ്ടോ? അകത്തിരിക്കുന്ന അഭിഷേകം അതിനായി നിന്നെ ഉദ്യമിപ്പിക്കുന്നുവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നെ തരുന്നു. എന്നെ ഉപയോഗിച്ച് ദേശാധിപതിയെ കീഴടക്കിയിട്ട് അവൻ അടക്കി ഭരിക്കുന്ന ജനത്തെ അങ്ങയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരുവാൻ, ദൈവസഭയുടെ കീഴിൽ കൊണ്ടുവരുവാൻ, ഇസ്രായേൽ നിരകളിൽ അവരെ കൊണ്ടുവരുവാൻ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർ, നിന്റെ ഗ്രാമത്തിൽ രക്ഷിക്കപ്പെടാത്തവർ, നീ താമസിക്കുന്ന പട്ടണത്തിൽ രക്ഷിക്കപ്പെടാത്തവർ, ആമേൻ, നിന്നോടുകൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ശരി, ഇനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു 2-3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന ഓരോന്നും നിങ്ങൾ ഓരോ ദിവസം അത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താ? നീ താമസിക്കുന്ന ദേശത്തെ മനസ്സിൽ കാണുക. പിശാച് തൻ്റെ അധീനതയിൽ വച്ചിരിക്കുന്ന സേനയെ മനസ്സിൽ കാണുക. ആമേൻ. അവനിതാ മുൻപിൽ ഇവരെ ആരെയും വിട്ടുതരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നു. സ്തോത്രം. അവരുടെ അടുക്കൽ ഈ ശത്രുവിൻ്റെ മുൻപിൽ നീ വന്ന് നിൽക്കാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ ശുശ്രൂഷയാക്കുന്ന കവണയിൽ വച്ച് ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഇപ്പം നിന്റെ പ്രവൃത്തി ശത്രുവിനെ തകർക്കുന്ന പ്രവൃത്തിയായിരിക്കണം. നിന്നിലൂടെയുള്ള ശക്തി, വെളിപ്പെടുന്ന ശക്തി ആമേൻ, ശത്രുവിനെ തകർക്കുന്ന ശക്തിയായിരിക്കണം. ഹല്ലേലൂയ. നിന്നിലൂടെ വ്യാപരിക്കുന്ന ശക്തി ശത്രുവിനെ കീഴടക്കുന്ന ശക്തിയായിരിക്കണം. കർത്താവേ, ഹല്ലേലൂയ, എന്നെ അവിടെ ഉപയോഗിക്കണമേ. എൻ്റെ ദേശത്തിലെ ദേശാധിപതിയെ തകർത്തിട്ട് അവൻ്റെ കീഴിലായിരിക്കുന്ന അത്രയും ജനത്തെ കർത്താവിന് വേണ്ടി
കൊണ്ടുവരാൻ എന്നെ ഉപയോഗിക്കണമേ. ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കണമേ. ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പരുക്കൻ സ്വഭാവങ്ങളെ മാറ്റിയിട്ട്, ആമേൻ, പാപ സ്വഭാവങ്ങളെ മാറ്റിയിട്ട് ആ കവണക്കകത്ത് ആ ശുശ്രൂഷയിൽ ഉപയോഗമുള്ള ഒരു കല്ലായി എന്നെ ഉപയോഗിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇതോടെ തീർത്ത് കളയരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിനായി ദൈവം തൻ്റെ ശക്തി നിങ്ങളുടെ മേലയക്കും. ആ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുക. ഒരു നിമിഷം. നിങ്ങൾ എത്ര കൈ താഴ്ത്തിയിട്ടോളൂ. ചോദിക്കട്ടെ, നിങ്ങൾ താമസിക്കുന്ന ഏരിയ, നിങ്ങൾ താമസിക്കുന്ന ഗ്രാമം, നിങ്ങൾ താമസിക്കുന്ന കുടുംബം, ആ ഫ്ലാറ്റ്, പ്രൈസ് ദി ലോർഡ്, അവിടെ ഒത്തിരി രക്ഷിക്കപ്പെടാത്തവരുണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം മനസ്സിൽ കാണുക. ആമേൻ. എവരെ ഇങ്ങോട്ട് വിടാതെ പിന്നിൽ വിട്ടിട്ട് അവർക്ക് മുൻപായി വെല്ലുവിളിക്കുന്ന ഒരുവനുണ്ട്. അതാണ് ഈ ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെയും കാണുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കൂടെ ഒത്തിരി വിശ്വാസികളുണ്ടെങ്കിലും ശൗലിനെ പോലെയോ ദാവീദിൻ്റെ സഹോദരന്മാരെ പോലെയോ പലരും അറയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിന്നെ ഇന്ന് ദൈവം വിശേഷമായി തിരഞ്ഞെടുക്കുന്നു. നിന്നെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തത്, ഹല്ലേലൂയ, ആമേൻ, ഇവർക്ക് നേരെ ഇറങ്ങുവാനാണ്. ഈ ശത്രുവിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങുവാനാണ്. നിനക്കൊരു നാമം തന്നിട്ടുണ്ട്, യേശുവിൻ്റെ നാമം. നിനക്കൊരു ശക്തി തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എൻ്റെ കർത്താവ് നിന്നെ ഉപയോഗിച്ച് ആ ദേശാധിപതിയെ തകർക്കുവാൻ പോകുകയാണ്. ആമേൻ. തകർത്തിട്ട് അവൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തിലെ, നിന്റെ ദേശത്തിലെ, നിന്റെ ഗ്രാമത്തിലെ, നീ താമസിക്കുന്ന പട്ടണത്തിൻ്റെ ഭാഗത്തിൽ പിശാച് തൻ്റെ കീഴിൽ വച്ചിരിക്കുന്ന ജനത്തെ ആമേൻ കർത്താവ് നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാൻ. Oh, thank you Lord. Oh, Sharakabaradala Shandura. Oh, സ്തോത്ര. അത് സംഭവിക്കുമ്പോൾ ഈ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകും. അത് സംഭവിക്കുമ്പോൾ ഈ പട്ടണത്തിൽ ഒരു വിടുതലുണ്ടാകും. അത് സംഭവിക്കുമ്പോൾ പട്ടണത്തിലെ ദേശാധിപതിയുടെ ശക്തികൾ ഇല്ലാതെയാകും. ഇന്ന് സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ മാറും. ഇത് സഭയ്ക്കെതിരെയുള്ള പിശാചിന്റെ ക്രിയകൾ ഉടയ്ക്കപ്പെടും. ഇനി ആരും തടുത്തു നിർത്തുവാൻ കഴിയാതെ ദേശത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് കൂട്ടം കൂട്ടമായി, കുടുംബമായി ജനം രക്ഷിക്കപ്പെട്ട് വരും. ജീസസ്. എന്നെ ഉപയോഗിക്കണമെന്ന് പറയും, എന്നെ ഉപയോഗിക്കണമെന്ന് പറയും. എൻ്റെ മേൽ അഭിഷേകം വെളിപ്പെടട്ടെ. ദാവീദിന്റെ മേൽ വെളിപ്പെട്ടതുപോലുള്ള അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവകൃപയുടെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. യുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യുദ്ധാത്മാവ് ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ആർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. യേശുവിന്റെ രക്തത്താഴ്ചയെ, യേശുവിന്റെ രക്തത്താഴ്ചയെ ആത്മാവിൽ സ്തുതിച്ച് ആരാധിക്കുക. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കണം. ഓരോരുത്തരുടെ മേലും ദിവ്യ അഭിഷേകം വെളിപ്പെടണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകട്ടെ. ആത്മീക ജീവിതം ചെയ്യുന്ന, ജീവിതത്തിൽ പരിപരുത്ത സ്വഭാവങ്ങളെല്ലാം മാറി മിനുസമുള്ള കല്ലുകളായി കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ഓരോരുത്തരെ ഉപയോഗിച്ച് ഓരോ ദേശത്ത്, ഓരോ കുടുംബത്ത്, ഓരോ ഗ്രാമത്ത്, പട്ടണത്തിന്റെ ഇതര ഭാഗങ്ങളിൽ എതിരായി വെല്ലുവിളിക്കുന്ന പിശാചിന്റെ ക്രിയകളെ അഴിച്ചിട്ട് തകർത്തിട്ട് ശത്രുവിനെ കീഴടക്കിയിട്ട് ജനത്തെ കർത്താവിന് വേണ്ടി നേടിയെടുപ്പാൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, ഞങ്ങളുടെ ജനത്തെ സമാധാനത്തോടെ അയച്ചാലും അങ്ങയുടെ പ്രത്യനിലൂടെ ഇടപെട്ട ദൈവിക ആലോചനകൾ ഏറ്റെടുക്കുവാൻ കൃപ തരണേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടട്ടെ. ഞങ്ങൾ കൃപയുടെ അടിത്തറയിൽ വേരൂന്നി വളരട്ടെ. വചനത്തിൽ വേരൂന്നട്ടെ. കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണം. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ അയച്ചാലും യാത്രയിലെല്ലാം കാവലിരിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
അസാധ്യ